ഭാരതത്തിലെ ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായിട്ടുള്ള വിക്രം 1ന്റെ വിക്ഷേപണം വളരെ വിജയകരമായി നടന്നിരിക്കുകയാണ്. 12:05 വിക്ഷേപണം നടന്നത്. ഇപ്പോൾ അതിനുശേഷം അവിടെ ആഘോഷ പരിപാടികൾ നടക്കുന്നു. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഐസൺ ജോസിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഐസൺ, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിൻ്റെ വലിയ നിമിഷമാണ്. നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മറ്റൊരു ചുവടുവെപ്പ് കൂടി നടത്തിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ടെലിഫോണിൽ സംസാരിക്കുന്ന വേളയിൽ ഈ ശാസ്ത്രജ്ഞന്മാരെ അഭിനന്ദിക്കുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ഗൗതം, തീർച്ചയായും ഭാരതത്തിന് അഭിമാന നിമിഷമായ ലോഞ്ച് വിജയകരമായി പൂർത്തിയായി എന്നാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിനുശേഷം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ അത് വിശദീകരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് പ്രധാനമന്ത്രി അവരെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചത്. അഭിനന്ദനം അറിയിച്ച പ്രധാനമന്ത്രി ഏറെ സന്തുഷ്ടനായിരുന്നു. ഏറെ ആഹ്ലാദഭരിതനായാണ് ദീർഘനേരം പ്രധാനമന്ത്രി ഈ ടീമിനോട് സംസാരിക്കുകയും ചെയ്തത്. ഓരോരോ ഘട്ടങ്ങളിലുമുള്ള വൻ വിജയത്തെ അദ്ദേഹം പ്രകീർത്തിക്കുകയും ചെയ്തു. മറ്റൊരു നിർണായക ഘടകം വന്ദേ മാതരം എന്ന് എഴുതിയ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഈ സ്പേസ് ക്രാഫ്റ്റിലുണ്ടായിരുന്നു. അതിപ്പോൾ വന്ദേ മാതരം എന്ന് പ്രധാനമന്ത്രി എഴുതിയ കാർഡ് ബഹിരാകാശത്തെത്തിയിരിക്കുന്നു. വന്ദേ മാതരം ബഹിരാകാശത്തുണ്ട് എന്നാണ് അദ്ദേഹത്തോട് ഔദ്യോഗികമായി തന്നെ ഈ ബഹിരാകാശ ദൗത്യത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ പങ്കെടുത്ത ശാസ്ത്രജ്ഞരെല്ലാം തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത്. വൻ വിജയമായിരുന്നു വിക്ഷേപണം എന്ന കാര്യത്തിലും തർക്കമില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 4 സ്റ്റേജുകളും കൃത്യസമയത്ത് വേർപ്പെടുകയും റോക്കറ്റ് ലോഞ്ചുകൾ, സാറ്റലൈറ്റ് ലോഞ്ചുകളെല്ലാം തന്നെ കൃത്യസമയങ്ങളിൽ നടത്തുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിലും കൃത്യമായ പെർഫോമൻസ് കാണിക്കുകയും ചെയ്തു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ട്രജക്ടറി, കൃത്യതയാർന്ന ട്രജക്ടറി, നേരത്തെ പ്ലാൻ ചെയ്ത ട്രജക്ടറിയിൽ തന്നെ റോക്കറ്റ് സഞ്ചരിച്ചു എന്ന ഏറ്റവും നിർണായകമായൊരു നേട്ടവും ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നതും ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാവുന്നതാണ്. ഈ സെൽഫ് ആക്ടിവേഷൻ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഇതിൻ്റെ സുരക്ഷ കൃത്യമായി പാലിക്കുന്നതിനുള്ള ഭാഗമായുള്ള സെൽഫ് ആക്ടിവേഷൻ സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനവും കൃത്യതയാർന്ന രീതിയിൽ പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ആ മിഷൻ്റെ അവസാന ഘട്ടത്തിൽ അത് നീട്ടിവെക്കുകയും 20 മിനിറ്റോളം സാങ്കേതികമായി നീട്ടിവെക്കുകയും കൗണ്ട് ഡൗൺ പുനരാരംഭിക്കുകയും ചെയ്തു. 12:05 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും റോക്കറ്റ് കുതിച്ചുയർന്നത് കേവലം ഒരു റോക്കറ്റ് അല്ലെങ്കിൽ കേവലം വിക്രം 1 എന്ന റോക്കറ്റ് മാത്രമല്ല, റോക്കറ്റിലൂടെ ഭാരതത്തിൻ്റെ വലിയൊരു ദർശനവും ഭാരതത്തിൻ്റെ വലിയൊരു പ്രതീക്ഷയുമാണ് കുതിച്ചുയർന്നത്. ഇപ്പോൾ അത് അതിൻ്റെ കൃത്യമായ യാത്രാപഥത്തിൽ 450 കിലോമീറ്ററിലേറെ ഉയരത്തിൽ കൃത്യമായി സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുകയും അതിൻ്റെ യാത്രാപഥം അവസാനിക്കുകയും അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമാവുകയും ചെയ്തു എന്ന് ഔദ്യോഗികമായി അറിയിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞരെയും അഭിനന്ദിച്ചിരിക്കുന്നു. ചെറുപ്പക്കാരുടെ ആ കൂട്ടത്തെ വളരെയധികം പ്രോത്സാഹനം നൽകുന്ന നിലപാട് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നു. ഏറ്റവും നിർണായകമായൊരു വെളിപ്പെടുത്തൽ കൂടി ഈ വിക്രം 1ൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരുടെയും എല്ലാവരുടെയും ശരാശരി പ്രായം 28 വയസ്സ് എന്നതാണ്. അതായത് ചെറുപ്പക്കാരുടെ ലോകമായി ഈ പുതിയ റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനം മാറിയിരിക്കുന്നു. മാർഗദർശനത്തിന് മാത്രം മുതിർന്ന ശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ പ്രവർത്തന മേഖലയിലെല്ലാം തന്നെ ശരാശരി 28 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരും എത്തിയിരിക്കുന്നു. അത് നൽകുന്നൊരു പ്രതീക്ഷയുണ്ട്. ഭാവിയിൽ വലിയ രീതിയിലുള്ള വികസനം ഈ രംഗത്തുണ്ടാകും, പ്രതീക്ഷ നൽകുന്ന മുന്നേറ്റം ഈ രംഗത്തുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ ശരാശരി പ്രായം വളരെ 30-ന് താഴെ പ്രായമുള്ളവരാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് കൂടി അറിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗതം, ഓക്കെ, വ്യക്തമാണ്. എന്തായാലും ഭാരതത്തെ സംബന്ധിച്ചത് അഭിമാനത്തിന്റെ നിമിഷമാണ്. ആദ്യ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1ന്റെ വിക്ഷേപണം വളരെ വിജയകരമായി നമ്മൾ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ അത് ഓരോ സ്റ്റേജും വിജയകരമായി തന്നെ ആ റോക്കറ്റ് കുതിക്കുകയാണ്. ഐസനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകൾ നോക്കാം.